ആശാനെ ഇപ്പൊ വരാ, ഭയങ്കര ചൂടാ, ഇതൊന്ന് കുടിച്ചോട്ടെ. എടാ ഭരത, ഒരു 20 ചില്ലറേന്റെ താടാ. അതിനെന്താ, തരാലോ. കമലമ്മേ, ഇത് എടുക്കാത്ത നോട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഇതാ മോനെ. വെച്ചോ, പിന്നെ തന്നാ മതി. ഒന്ന് വാടാ വേഗം. ആ ഭരത, ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ഞാൻ പേടിച്ചു പോയി. കമലമ്മ എപ്പ വേണോന്ന് പറഞ്ഞാൽ മതി, ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. എന്താ ഇത്ര തിടുക്കം? പതുക്കെ പോയാൽ പോലും ഞങ്ങളെ പേടിയാണോ? വീട്ടിൽ ഗുണ്ടയെ എടുത്തിരിക്കുകയാണോ കാവലിന്? ഞങ്ങൾ വേണമെങ്കിൽ മാറി മാറി കാവലിരിക്കാം. എന്താ പെങ്ങളുടെ പേര്? ജോലിയോ അതോ ഇനി ഊമയാണോ? ഊമയാണെങ്കിൽ അംഗം കാണിച്ചാലും മതി. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. നിനക്കൊക്കെ എന്തിന്റെ അസുഖാടാ ശവികളെ? പോടാ, വെറുതെ കുടുംബത്തിരിക്കുന്ന പെമ്പിള്ളാരെ ഉപദ്രവിക്കാതെ പോ. താനാരാ പറയാൻ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു. വേണമെന്നേ, അവര് പോയിക്കോളും. എടാ ഒന്ന് തലയിട്ടേക്ക, ഒന്ന് പോടാ, ഒന്ന് പോടാന്ന്. പോടാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോടാ. അങ്ങോട്ട് ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ. അലമ്പാ. ഇപ്പൊ തോന്നുന്നുണ്ടോ കൂടെ ഒരു നായരുണ്ടായാൽ കൊള്ളാമെന്ന്? ഹലോ, ടൗണിലേക്കാണെങ്കിൽ ഇതേ പോകാം. അല്ല, ഞാൻ വേണമെങ്കിൽ ഇറങ്ങി തരാം, പ്രശ്നമാക്കണ്ട. ഏതാടാ ചെക്കന്മാര്? പുതുമുഖങ്ങളാണല്ലോ. അവർ ഈ തൊടിയിലെ കേശുനായരുടെ അനന്തരവന്മാരാ. ഇപ്പൊ കോളേജ് ലീവാണല്ലോ. സിദ്ധു മുത്തു ഇവിടെ നിൽക്കാന്നാ പറഞ്ഞു. അവർ രാഗം തീർന്ന മുമ്പിൽ കാണുന്നത്.